ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോലും ഓടാ, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാ. ഒലിക്കും പോകുന്നില്ലോ എന്നാ എന്റെ വിഷമം. എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛാ, ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം മറ്റൊന്നും അച്ഛനിപ്പോ ആലോചിക്കണ്ട. സഹായിച്ചൂടെ ലഞ്ച് നമുക്ക് കലക്കണം. അച്ഛാ, അതോടെ KRP എന്നുള്ള പേര് നോർത്ത് ഇന്ത്യ വരെ ഫേമസ് ആണ്. അവര് പറയുന്നത് മുഴുവൻ വിശ്വസിച്ചു. എനിക്കെന്താ, ഫേമസ് ആകും അത്രേ. അവരെ എങ്ങനെങ്കിലും നിർബന്ധിച്ച് ജോലിക്ക് വിടാനല്ലേ ഞാൻ. മരത്തി കാണും. നിനക്കറിയാവോ, ട്രാക്ക് മാറി ഓടിയ തീവണ്ടിക്ക് സ്വന്തം കുപ്പായ ഊരി കത്തിച്ച് സിഗ്നൽ കൊടുത്തവനാ ഞാൻ. ഒന്നും വേണ്ട, അവര് പറഞ്ഞ ന്യായം ഉണ്ടെന്ന് ബുദ്ധിയുള്ള എനിക്ക് തോന്നി, ഞാൻ ഈ പോന്നു. പ്രഭാകരനോട് കല്യാണം കഴിക്കുന്ന തന്നെയല്ല, ഞാൻ നിങ്ങളെ പോലെ ചെറുപ്പമൊന്നുമല്ല. എനിക്ക് വയസ്സായി വരിക. സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെ എങ്ങനെയാ? ഭാനു, इतने सारे न्यूज़पेपर लगा रखे उन्होंने. लगा रखे शायद. ഇതാ ബില്ല്. बिल 360 रुपए. ओ भयंकर. उसके पापा को देने पड़ेंगे रुपए. और बहुत सारे लगा रखे ना. हाँ, ये भयंकर. മാസം 360 രൂപയോ? അവൻ വരുത്തുന്ന മൂരാച്ചിപ്പ. ചില പരിപ്പോടെയും ചായ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ. परेशान हो गया. वही पॉलिटिकल न्यूज़ पढ़ते रहते हैं. പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉള്ളിയുടെ വില കുതിച്ചുയർന്നു. കൊച്ചി ആഗസ്റ്റ് 17 3 മാസം മുമ്പ് വരെ 40 കിലോ അടങ്ങുന്ന ഒരു അത് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ, एक दूसरे को गिराने की कोशिश कर रहे. ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ. അച്ഛാ, ഇത് കണ്ടോ, ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. बच्चा यही रहता है. പത്രത്തില് ഇന്നൊന്നും കാണുന്നില്ല, പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട്. എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം. ഒരു ബസ് ये ज्यादा स्कूल की छुट्टी हो जाए. പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. कौन आ गया? पुलिस आ गई. यानी अच्छा, इसका दामाद. ऐसे क्यों चल रहा है? വെളിയിൽ നിന്നുള്ള കാഴ്ചയാ. ഷട്ടൂരിയാൽ ദേഹാസകലം നീലിച്ച പാടുകളാണ്. ദോഷം പറയരുതല്ലോ. इनसे मिलने आया हुआ है. പക്ഷെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായില്ല, എനിക്ക് നേരെ ഉണ്ടായി. എല്ലാ ഏർപ്പാടുകളും ഇവര് തന്നെ ചെയ്ത. किसी की पार्टी वाले ने मारा हुआ सर. സർവശക്തിയും സംഭരിച്ച് ഞാൻ ഓടി. പുലി തോട്ടി ചാടി. തോട്ടിലൂടെ 7 കിലോമീറ്റർ ഒഴിയിച്ചെന്ന് नाले में गिर गया था. इसके लोगों ने पीटा हुआ से. ഒരളിയനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ. 6 മാസത്തിനകം ഈ സർക്കാർ നിലംപതിക്കും. നിന്നെ കാണാൻ വേണ്ടിട്ടാ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ കൂട്ടത്തില് തല്ലും മേടിച്ച് സ്റ്റേഷൻ ചെന്നപ്പോ അവിടെ കിടക്കുന്നു മനോഹര. बचाने के लिए भगवान भीख मांग रहा है. ആനന്ദ, നീ ഇരിക്കാനൊന്നും നേരമില്ല. നാളെ ജോയിൻ ചെയ്യ. വേണ്ട വേണ്ട, അയ്യോ, നിന്റെ കാലിലെന്ത് പറ്റി? ഒന്നും പറ്റിയതല്ല. ഞാനേ ഒരു നാടകത്തിൽ ചട്ടുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിന്റെ റിഹേഴ്സൽ. പാർട്ടി മെമ്പർ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതി ക്ലാസ് നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ, ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും.
ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDP ക്ക് അടിത്തറ ഇല്ലെന്ന്. उसे खिलाफ वोट पार्टी के खिलाफ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി ഏതെങ്കിലും രീതിയിൽ വല്ല കേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ओह चाय आ गई പരിപ്പോടെ എവിടെയോ? ഇന്ന് പരിപ്പഴം ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? പരിപ്പോടെ ചായയും വീഡിയോമാണ്. അതിനല്ലേ നേതാക്കന്മാരുള്ളത്. എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ. ഇത് എന്തിന്? ഞാൻ പെണ്ണേട്ടനത്രേ. शादी അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നു. ये मना कर रहा शादी करने के लिए ും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ പരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുത്. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? കാര്യത്തിൽ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം जिनकी കല്യാണം पार्टी की ചെയ്യാൻ. रिस्पेक्ट करे उससे करनी पड़ेगी शादी लड़की देखने जा रहा है कैसे बैठा हुआ ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. झूठ बोल रहे हो वो लॉयर बोल रहे हैं बस റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ओ ഒരു पार्टी का बता തമാശക്ക് दीजिए സൈഡായിട്ട് ഉണ്ട്. തമാശക്കോ? പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? क्या बोल रहा हूँ പറയൂ. ओ भयंकर अकेले में पूछता ना വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡിൽ സക്സലിയുടെ പുസ്തകം? അതല്ലെങ്കിൽ ഭാസ്കർ? ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? पढ़ती नहीं है। ഏതാ മോളെ? അത് അത് ഏതായാലും പറഞ്ഞ अभी നമുക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല. कंडीशन लग रहा है ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ पार्टी पार्टी कर रहा हो भयंकर ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. എന്നെ मैं अरेस्ट हो सकता हूँ कैसे चीजें बता रहा है ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി इसमें വന്നേക്കാം. तो അപ്പോൾ तैयारी വെടിമാർ करनी കാണിച്ചു है കൊടുക്കേണ്ടി വരും. മോളകത്തേക്ക് വെക്കോ. അച്ഛൻ നേരം നീ വന്നേ. भयंकर उसके बाद में नाराज हो गया പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞേ. അയ്യോ, വേണ്ട, വേണ്ട, ഇപ്പൊ പോയി. गुस्सा कैसा എന്നിട്ടേ പോവാ. हे भगवान ഒന്നും ഞാൻ കാണുന്നില്ല. കല്യാണത്തിന് മുമ്പ് എല്ലാം തുറന്ന് പറയുന്നതല്ലേ നല്ലത്. ഇതാണോ തുറന്നു പറയല്? വെടിവെപ്പ് ഉണ്ടാവും, ജയിലിൽ കിടക്കുന്നൊക്കെ പറഞ്ഞപ്പോ കൂടുതലാച്ചാ ഏത് രണ്ടാൾക്കും? പ്രഭേട്ടനും പ്രകാശേട്ടനും. വാചകടി മാത്രമല്ലല്ലോ, അതല്ലേ കഷ്ടം. ഏട്ടന്മാരെ കുറിച്ച് ഇങ്ങനൊന്നും പറയരുത് മോളെ. അതൊക്കെ പോട്ടെ, ഞാൻ കളയ്ക്കാം. ഇങ്ങോട്ട് തരൂ. വിത്ത് എവിടുന്ന രാഘവട്ടാ? വാനും സൂക്ഷിച്ചു വെച്ചിരുന്ന. ഇതൊക്കെ കൃഷി വകുപ്പൊന്നും മേടിക്കണം. ഭയങ്കര ആത്മാർത്ഥയാ. छिड़काव कर रहा ये कौन है डायरेक्टली बुला रहे थे കരാത്തേൻ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം കലക്കി അടിക്കണം. ഇലചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ 10% CP സമം ചാരവും ചേർത്ത് പൊയ്ക്കോ. സമയം പോലെ ഞാനങ്ങ് വന്നേക്കാം. ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല. സോയിൽ ടെസ്റ്റ് ഉദയവാനൊരു പ്രശ്നമല്ല, ലാബിൽ വെക്കേണ്ട കാര്യമില്ല. ഒരു പിടി മണ്ണ് വാരി खुश हो गया उसको देख के अपनी बेटे के लिए तो नहीं सोच रहे हो कहीं യന്ത്രങ്ങൾക്ക് തെറ്റ് പറ്റാം, പക്ഷെ എനിക്ക് തെറ്റ് പറ്റില്ല. ഇപ്പൊ ലാബുകാർ തന്നെ അവരുടെ യന്ത്രങ്ങൾ തകരാറിലാകുമ്പോ മണ്ണിന്റെ സാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്കാം. ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ച് അല്ലേ? അപ്പൊ ശരി, പറഞ്ഞ പോലെ. ഭയങ്കര ഒന്നും നേരാവണ്ണം വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഓ, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളെ ആരെയും മറക്കാതിരുന്നേച്ചാ മതി. അത് കൊള്ളാം.
ചിലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം ट्रांसफर हो गया शायद ना उसका. റോഡ് സ്കൂളിൽ ചേർത്തല്ലോ. ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ. ആനന്ദേട്ടൻ റെയിൽവേ സ്റ്റേഷനിൽ വരില്ലേ? പിന്നെ വരാണ്ട് പോട്ടെ അമ്മൂട്ടി. വണ്ടി കയറലേ, വണ്ടി കയറലേ. അയ്യോ പോയി. എടോ, വണ്ടി എടുത്തോ. तो വണ്ടി എടുത്താ. എന്താ അയ്യോ എന്റെ ജീവൻ പോയില്ലേ. മാറ്റോ അനുഭവിക്കണ്ടൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ നാരായണ. അയ്യോ ആനന്ദേട്ടാ, നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി കയറ്റി അങ്ങോട്ട് അയച്ചല്ലോ. എങ്ങോട്ട് ഉണ്ടാക്കണം? അയ്യോ എനിക്ക് ഭ്രാന്തായി പോകും. ഈ രാഷ്ട്രീയക്കാർ എന്നിട്ട് ഫുട്ബോൾ കളിക്കുക. ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴുന്നു. ओ पेड़ गिर गया. अबे इनके घर का वो तो नहीं है जमीन. हाँ इनके घर के എന്താ पेड़ है പ്രകാശം साहब. ഈ ഓല तभी तो तोड़ रहे हैं. നായർക്ക് ഭാഗ്യം ഓരോന്നായിട്ട് കൊടിമരമാണ്. സംസ്ഥാന പ്ലീനത്തിന് झंडे के साथ स्पीड को ले आ रहा है. ദേ താൻ പോയിട്ട് ആ തലശ്ശേരിക്ക് ഈ പവിത്രമായ നായരെ വളർന്ന് വെട്ടാൻ സാധിച്ച് ഒരു ഭാഗ്യമായി കരുതിക്കോളൂ. എത്ര വർഷം കൊണ്ട് ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം എന്ന് പറഞ്ഞ് ഒരേ കരച്ചില് അല്ലേ? ക്യാർക്ക് ഉടനെ വന്നേക്കണം. അതിലാർക്കും ക്ഷീണം പറ്റാ ക്യാർക്ക് പിടിക്കണ്ടേ? നിന്നെ ചേച്ചി കൊതിതീരെ ഒന്ന് കാണട്ടെ. അയ്യേ നീ വല്ലാതങ്ങ് കറുത്തു പോയല്ലോ. ക്ഷീണിക്കുകയും ചെയ്തു. ദേ നോക്കിയേ നിന്റെ എല്ലാം. ഇല്ല, നീ അങ്ങോട്ട് വാ. ചേച്ചി നിനക്ക് ഇറച്ചി മീനും इसको पता नहीं यार किस അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി. ताकि ये ചേച്ചി ट्रांसफर കാസർഗോഡ് को പോയില്ലേ? रुकवा दे. अच्छा इसलिए आई है. इसलिए आर के साथ എന്തിനാടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നേ? ആര്, ഞാനോ? നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി. എടാ കൊല്ലി ചേച്ചി കണ്ടില്ലേ? അത് വെപ്പാ ആനന്ദേട്ടൻ ഇടിച്ചു തെപ്പിച്ചറിയോ? അതൊക്കെ ആനന്ദേട്ടന് പറ്റിപ്പോയ. മനസ്സിലായി. പൊതുവാൾ ചേച്ചി എന്ന് കണ്ട് മാപ്പ് പറയാൻ പറ. मना कर रहा था. കൊച്ചുമാമന് ഉമ്മ മെലിഞ്ഞു പോയി, കറുത്തു പോയി, ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹപ്രകടനങ്ങളായിരുന്നു. അതേടാ പ്രകടനം തന്നെയാ. കേട്ടോ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള കൊടിമര ജാഥ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ KG പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം. ഈ നാൽക്കാലിനാരും നീന്തം പഠിപ്പിക്കണം. അതിന്റെ ആവശ്യമില്ല. എല്ലാരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും. ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ ജീവൻ. उसे लग रहा है मुझे कहीं नुकसान पहुंचाने तो नहीं आ रहा. कैसे डर रहा अब बन गया हीरो है. ജയിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു. ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു. മന്ത്രിസഭ രൂപീകരിച്ച് അപ്പോഴും വന്ന് പറഞ്ഞു. പ്രവർത്തകൻ KRPയുടെ അളിയനായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെടിവെച്ച് വന്നില്ല. റാസ്കൽ. യെസ് ഐ ആം എ റാസ്കൽ. കടന്നുപോടും. नहीं मानता. वो लग रहा है इसने कराया होगा. വേണ്ടി സ്റ്റേഷനിൽ വന്നു. डरता क्यों फिर അന്ന് ये താൻ साला? എന്നൊരു ചാമ്പ് ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് करवाया तो इनकी ഔട്ട്. पार्टी ने. हाँ पार्टी क्योंकि गवर्नमेंट इन्हीं की पार्टी की है ना. ഈ ഏരിയ മുഴുവൻ ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണുള്ളത്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമബംഗാൾ എന്നിവിടെ ചീനി നടാമായിരുന്നു, മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു. എല്ലാറ്റിനും പറ്റിയ മണ്ണാണിത്. മൂപ്പര് റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നേ. പിന്നെ 3 മാസം പോട്ടെ, ചീര നടാമായിരുന്നല്ലോ. അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? വീട്ടിലെ ആളില്ലേ? നാട്ടിൽ പണിക്കാരില്ലേ? കണ്ടാൽ അതിനിടയാക്കി ഇവരെ ശപിക്കും. മനസ്സിലായോ? അച്ഛാ ചായ. ഈ കുട്ടി ആരാണ് അച്ഛാന്ന് വിളിച്ചത്? രാഘവേട്ടനെ അവനെ വഴിയുള്ളൂ എന്ന് വെച്ചാ उसको पड़ रहा है कृषि करने के लिए. മാമ്പഴമാണ്. അതെ. मैंगो खा रहा. ആമാ 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 എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്തുകൂടാ? ഓ അയ്യോ 1.5 ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി പറ്റുമോ? പറ്റണം, പറ്റിക്കണം. है क्या कर रहा है? हाथ साफ कर रहा है मिट्टी से. ഈ തട്ടിലെ മണ്ണിന് അമ്ലത്വം കൂടുതലാണ്. ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും. कहाँ पे रहा मिट्टी है? सब पता है उसे क्या क्या मिट्टी में है. ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന്.
कितना फास्ट बोल रहा हो ബാലരാമപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം. വിത്ത് തേങ്ങ അട്ടത്ത് വെച്ചിട്ടുണ്ട് അച്ഛാ. അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ. പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും, അത് നട്ടാ മതി. ഇന്നുവിളയും മലയാളക്കരയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും. क्या कर रहे हैं खाली कर रहे हैं तालाब को पानी डाल रहे हैं बात सुनते नहीं लगा दो बेटी दो बेटे हैं इनके और छोटा लड़का पता नहीं क्या इनका बेटा होगा वहीं तो रहता हूँ घर पे ना वो शायद पता नहीं इनकी दूसरी बेटी का बेटा है वो या फिर क्योंकि वो टीचर उस आदमी से शिकायत करने आई थी वो किसी को और घर में थी है ना तो शायद इनके साथ ही रहता रुपये ले रहा था सर अच्छा सर जो ये सब क्या दोस्त पहले शायद उसको पीटा था जेल में इसीलिए तभी तो उसका ट्रांसफर रुका नहीं रहा മരിച്ചെന്നോ? ശരി. ഇസ്മായിൽ, അപ്പാ ജീപ്പ് എടുക്കാൻ പറ. ജംഗ്ഷനിൽ അടി നടക്കുന്നു. ആരോ മരിച്ചെന്ന്. किसी की मौत हुई कौन मरा हुआ സബ്ജി വാല कोई ആര് തമ്മിലാണ് സംഘടന ഉണ്ടായത്? സാർ, ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല. താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ? നല്ല. എന്നിട്ട് കടയിൽ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരെന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ വഴങ്ങിയില്ല. അരമണിക്കൂർ മുമ്പ് ഉത്തമൻ 10-15 ആൾക്കാർ അവരെന്നിലായി. കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അടി തുടങ്ങിയത്. ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടു. മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത, താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ. സാറിന്റെ കൂടെ കൂടെ സാർ, അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? ആരാ? നമ്മുടെ രക്തസാക്ഷി. INSP കാർ മൃഗീയമായി കൊല ചെയ്തു. अच्छा उस पार्टी पे इल्जाम लगाएंगे दूसरी पार्टी पे लगेंगे इल्जाम फिर കൊള്ളിക്കും. INSP കാരെ നാട്ടുകാർ വേട്ടയാടും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ उस आदमी की मौत को भी यूज कर रहे हैं കൊണ്ട് നടന്നാലെന്താ? പെട്ടെന്ന് ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ കിട്ടി അപ്പൊ നമുക്ക് പൊതുപ്പിച്ചോടെ. ഓക്കെ, പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ. സംഗതി ആ കുഴപ്പത്തിലേക്ക് നീങ്ങാണ്. കുഴപ്പോ പിന്നെ സംഘടന ഉണ്ടായ വണ്ടി തിരിച്ചു വിടും. സംഘടനമല്ല. എന്ത് തന്നെ ആയാലും ഡെഡ് ബോഡി RDPക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSP കാരനാണെന്ന് നമ്മൾ പറയുന്നു. अभी भी वही करना चाह रहा ना जैसे वो करना चाह रहे हैं कि हमारी पार्टी का मेंबर था ഒരു അപകടം എടുത്തിലാണ് പൈസ നടക്കി क्यों किसी की पार्टी का मेंबर था भी नहीं शायद क्या क्या कर रहे हैं ये अबे ये पहले पहुंच गए
ये पहले पहुंच गया കൂട്ടുകാരൻ ഗോപാലൻ കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. कैसे ड्रामा कर रहा സോറി. कैसे ड्रामा कर रहा ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാൻ അത് INSPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. कैसे झूठ बोल रहा പാത്രത്തിൽ തൊട്ടു. മാറോ ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. अब ये आगे अब ये अब ये बोलेंगे हमारी पार्टी का है पुलिस को सकते हो जाएगा सर जल्ला दाड़ उसको ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോലും. ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. अबे അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. लड़ने लग गए ये बैंगल लड़ाई में लगे तो इस आदमी की मौत हो रही है इन्हें ബോഡി ആംബുലൻസ് കെട്ട്. उसकी मौत വിലാപയാത്ര का फायदा उठाने की लगी है ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. ഞങ്ങളുടെ ഡെഡ് ബോഡി सब्जी वाला था बस ചലോ ചലോ ഹോസ്പിറ്റൽ, ചലോ ചലോ ഹോസ്പിറ്റൽ, ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. वो माइक पे अनाउंसमेंट करने लगे ആനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശവം മോർച്ചറിയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് INSPയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും. അതെ അതെ, ഞങ്ങൾ ഏറ്റു. പറ്റുമെങ്കിൽ करने जा रहे ഈ हैं പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം. എന്താ എങ്ങനെ പോയി? ഓക്കെ 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 സാർ, ഭാരത് മാതാ കി ജയ്. उदास हो रहे हैं അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഉത്തമൻ തുടങ്ങി 11 പേരെ പ്രതികളാക്കിയിരിക്കുന്നത്. അതോ इनके खिलाफ केस हो गया क्या ഇല്ലെന്ന് പറഞ്ഞിട്ട് സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഉത്തമനും കൂട്ടി എത്ര കാലം ഒളിവിൽ പോയാലും നമുക്കൊരു പ്രശ്നമില്ല. അവരെ